പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗായത്രി പ്രദീപ്. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ടെക്സസ് പുനർനിർണയ ബില്ല് പാസായി. ടെക്സസ് കോൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റുകൾ പുനർനിർണയം ചെയ്യാനുള്ള ബിൽ സ്റ്റേറ്റ് ഹൌസ് ബുധനാഴ്ചയാണ് പാസാക്കിയത്. കാലിഫോർണിയ നിവാസിക്ക് പ്ലേഗ് സ്ഥിരീകരിച്ചു. രോഗി സുഖം പ്രാപിച്ചു വരുന്നതായി റിപ്പോർട്ട്. ഇന്ത്യ എപ്പാക് മേഖലയിൽ 70% ഓഹരിയുമായി ലീസിംഗ് വിപണിയിൽ മുന്നിലെത്തിയത് റിപ്പോർട്ട്. ട്രംപിന്റെ കുടിയേറ്റ നയം. യുഎസിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയുന്നു. 50 വർഷത്തിനിടെ ഇതാദ്യം. ഫ്ലോറിഡയിലെ കുടിയേറ്റക്കാരുടെ തടവറ അടച്ചുപൂട്ടാൻ ഫെഡറൽ കോടതി ഉത്തരവിട്ടു. നോക്കാം വാർത്തകൾ വിശദമായി. ടെക്സസ് കോൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റുകൾ പുനർനിർണയം ചെയ്യാനുള്ള ബില്ല് സ്റ്റേറ്റ് ഹൌസ് ബുധനാഴ്ച പാസാക്കി. US കോൺഗ്രസിൽ റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള നടപടിക്ക് കോറം തട്ടാൻ ഷിക്കാഗോയിലേക്ക് കൂട്ടമായി പലായനം ചെയ്ത ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ ഒരു വിഭാഗം വോട്ടിംഗിന് മുൻപ് തിരിച്ചെത്തി. 2 ആഴ്ച കോറം തികയാതെ നീണ്ടുപോയ ശേഷം നടന്ന വോട്ടെടുപ്പിൽ 88-52 വോട്ടിനാണ് ഹൗസ് ബിൽ 4 പാസ്സായത്. പുനർനിർണയത്തിനു ശേഷം 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് 5 സീറ്റ് വരെ വർദ്ധിക്കുമെന്ന് നടപടിക്ക് മുൻകൈയെടുത്ത ഗവർണർ ഗ്രേഗ് ആബട്ട് കണക്കുകൂട്ടുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്ന നടപടിയാണിതെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. ജനങ്ങളുടെ പ്രതികരണം തേടിയിട്ടുമില്ല. ടെക്സസ് ലെജിസ്ലേറ്റീവ് ബ്ലാക്ക് കോക്കസിന് 2 സീറ്റ് നഷ്ടമാവുന്ന പരിഷ്കാരമാണിതെന്ന് സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ബാർബറ ഗെവിൻ ഹോക്കിൻസ് ചൂണ്ടിക്കാട്ടി. ബുധനാഴ്ചത്തെ യോഗത്തിൽ 50 ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ 20 പേർ എത്തിയില്ല. സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിഷേധക്കാർ ശബ്ദമുയർത്തി. ടെക്സസിന്റെ നീക്കത്തിന് ബദലായി കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പുനർനിർണയം പ്രഖ്യാപിച്ചതോടെയാണ് ടെക്സസ് വിട്ടുപോയ ഡെമോക്രാറ്റുകൾ തിരിച്ചെത്തിയത്. ന്യൂസമിന്റെ നടപടി ഡെമോക്രാറ്റുകൾക്ക് US കോൺഗ്രസിൽ 5 സീറ്റ് വരെ വർദ്ധിപ്പിക്കുമെന്നാണ് കണക്ക്. ടെക്സസ് ഹൗസ് ഡെമോക്രാറ്റിക് കോക്കസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് eMalayali. കാലിഫോർണിയ നഗരത്തിലെ ലേക്ക് ടാഹോ പ്രദേശത്തെ ഒരു നിവാസിക്ക് പ്ലേഗ് സ്ഥിരീകരിച്ചതായി കാലിഫോർണിയ ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. രോഗബാധിതൻ സുഖം പ്രാപിച്ചതായും മെഡിക്കൽ പ്രൊഫഷണലുകളുടെ പരിചരണത്തിലാണെന്നും എൽഡോറോഡോ കൗണ്ടി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ടാഹോ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നതിനിടെ രോഗബാധിതനായ ചെള്ളിന്റെ കടിയേറ്റ് താമസക്കാരന് രോഗം ബാധിച്ചതായി കരുതുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. എൽഡോറോഡോ കൗണ്ടിയിലെ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ കാലിഫോർണിയയുടെ പല ഭാഗങ്ങളിലും പ്ലേഗ് സ്വാഭാവികമായും കാണപ്പെടുന്നതായി എൽഡോറോഡോ കൗണ്ടി പൊതുജനാരോഗ്യ ആക്ടിംഗ് ഡയറക്ടർ കൈൽ ഫ്ലിഫെറ്റ് പറയുന്നു. പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് നടക്കുമ്പോഴും കാൽനടയാത്ര ചെയ്യുമ്പോഴും കാട്ടെലികൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുമ്പോഴും ആളുകൾ മുൻകരുതലുകൾ എടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എർസിനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമാണ് അണുബാധ ഉണ്ടാകുന്നത്. രോഗം ബാധിച്ച ചെള്ളിൻ്റെ കടിയിലൂടെയോ രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയോ ഇത് മനുഷ്യരിലേക്ക് പടരുന്നു. ഫ്ലൂ ബാധ പോലെ പെട്ടെന്ന് വലിയ പനി, കുളിര്, തലവേദന, ശരീരവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. തുടർന്ന് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച രീതി അനുസരിച്ച് ന്യൂമോണിക്, സെപ്റ്റിസീമിക് എന്നീ 3 തരത്തിലുള്ള പ്ലേഗ് രോഗബാധയിൽ ഏതെങ്കിലും ഒന്നായി രോഗം മാറും. എലിച്ചെള്ള മുഖാന്തരമുണ്ടാകുന്ന ബുബോണിക് പ്ലേഗ് കാലാന്തരത്തിൽ ന്യൂമോണിക്, സെപ്റ്റിസെമിക് എന്നീ ഇനം പ്ലേഗായി മാറിയേക്കാം. ന്യൂസ് ഡെസ്ക് eMalayali. 2025 ആദ്യ പകുതിയിൽ H1 2025 ഏഷ്യ പസഫിക് മേഖലയിലെ വാണിജ്യ ലീസിംഗ് ആവശ്യങ്ങളിൽ 70%, പുതിയ ഓഫീസ് സ്പേസുകളുടെ വിതരണത്തിൽ 48% ഇന്ത്യക്ക് ലഭിച്ചെന്ന് വ്യാഴാഴ്ച പുറത്തിറങ്ങിയ കൊളിയേഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കി. ഇതോടെ ഇന്ത്യ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഓഫീസ് വിപണിയായി മാറി. റിപ്പോർട്ട് പ്രകാരം ചൈന, ഇന്ത്യ, സിംഗപ്പൂർ എന്നിവ ചേർന്ന് ആ കാലയളവിലുണ്ടായ പുതിയ ഓഫീസ് സ്പേസുകളുടെ ഏകദേശം 80% പങ്കിട്ടു. ഇന്ത്യയിൽ ഗ്രേഡ് എ ഓഫീസ് സ്പേസിനുള്ള ശക്തമായ ആവശ്യം തുടരുന്ന ഓഫീസ് വ്യാപനങ്ങൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളുടെ സജീവ പ്രവർത്തനം, വൈവിധ്യമാർന്ന ഡിമാൻഡ് ബേസ് എന്നിവയാണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. രാജ്യത്തെ മുൻനിര 7 നഗരങ്ങളിലായി 3.13 ദശലക്ഷം ചതുരശ്ര മീറ്റർ ലീസിംഗ് നടന്നതിൽ 46% ആഭ്യന്തര ആവശ്യങ്ങളാണ്. 2025 ആദ്യ പകുതിയിൽ എപ്പാക് മേഖലയിൽ 11 പ്രധാന വിപണികളിലായി 4.5 ദശലക്ഷം ചതുരശ്ര മീറ്റർ ലീസിംഗ് പ്രവർത്തനമാണ് നടന്നത്. ഇത് വർഷാന്തര വളർച്ചയിൽ 9.6% ഉയർച്ചയാണ്. ഓസ്ട്രേലിയ, മെയിൻലാൻഡ് ചൈന, ഹോങ്കോങ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, ന്യൂസിലാൻഡ്, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവയാണ് റിപ്പോർട്ട് ഉൾപ്പെടുത്തിയ 11 പ്രധാന വിപണികൾ.
H1 2025 സിംഗപ്പൂരിൽ ലീസിംഗ് വോളിയം 12 മടങ്ങ് വർദ്ധിച്ചു. ഫിലിപ്പീൻസ് 56ഉം ജപ്പാൻ 55ഉം വർഷാന്തര വളർച്ച രേഖപ്പെടുത്തി. പുതിയ ഓഫീസ് സ്പേസിന്റെ വിതരണം 45.4% ഉയർന്ന് 4.8 ദശലക്ഷം ചതുരശ്ര മീറ്ററായി. പല വിപണികളിലും ആവശ്യത്തെ മറികടന്നു. അതേസമയം ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ 90% മുകളിൽ ഓഫീസ് ആവശ്യങ്ങൾ നിറവേറ്റി മേഖലയുടെ ആകെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജപ്പാൻ എന്നിവയിൽ വാർഷിക വളർച്ച 80% മുകളിൽ രേഖപ്പെടുത്തി. 11 എപാക് വിപണികളിൽ 8 പുതുതായി വിതരണം വർദ്ധിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിലും എപാക് ഓഫീസ് വിപണി ശക്തമായ പ്രതിരോധശേഷി കാണിക്കുന്നു. 2025 ആദ്യ പകുതിയിൽ 11 വിപണികളിലായി ലീസിംഗ് പ്രവർത്തനം 9.6% ഉയർന്ന് 4.5 ദശലക്ഷം ചതുരശ്ര മീറ്ററിലെത്തി. പുതിയ വിതരണവും 45.4% ഉയർന്ന് 4.8 ദശലക്ഷം ചതുരശ്ര മീറ്ററിലെത്തി. വിലക്കുറവും പലിശ നിരക്കിലെ ഇളവും പ്രധാന വിപണികളിലെ GDP വളർച്ചയും പിന്തുണ നൽകിയെന്ന് കൊളിയേഴ്സ് ഇന്ത്യയുടെ ഓഫീസ് സർവീസസ് മാനേജിംഗ് ഡയറക്ടർ അർപിത് മെഹോത്ര പറഞ്ഞു. ഇന്ത്യയും എപാക് മേഖലയും ഒന്നിച്ച് 2025 രണ്ടാം പകുതിയിലും ശക്തമായ പ്രകടനം തുടരുമെന്ന് വളർച്ചാ നയങ്ങളും സ്ഥിരമായ ആവശ്യങ്ങളും പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി. 50 വർഷത്തിനിടെ ആദ്യമായി യുഎസിലെ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി പുതിയ റിപ്പോർട്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന കുടിയേറ്റ നിയന്ത്രണ നടപടികളാണ് ഈ ഇടിവിന് കാരണമെന്നും പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പുതിയ പഠനം കണ്ടെത്തി. 2025 ആദ്യ 6 മാസങ്ങളിൽ 15 ലക്ഷത്തോളം കുടിയേറ്റക്കാരുടെ കുറവുണ്ടായതായി പഠനത്തിൽ പറയുന്നു. ട്രംപ് അധികാരമേറ്റതിനു ശേഷം 16 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ സ്വമേധയാ US വിട്ടുപോയതായി ഹോംലൻഡ് സെക്യൂരിറ്റി വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുടിയേറ്റ ജനസംഖ്യയിൽ വൻ കുറവിന് കാരണമായി. 2025 ജൂൺ മാസത്തിൽ അമേരിക്കയിലെ കുടിയേറ്റക്കാരുടെ എണ്ണം 51.9 ലക്ഷമായി കുറഞ്ഞു. ഇത് കഴിഞ്ഞ 6 മാസത്തെ കണക്കിനേക്കാൾ 15 ലക്ഷത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം യുഎസിലെ കുടിയേറ്റക്കാരുടെ അനുപാതം ഇപ്പോഴും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ജനസംഖ്യയുടെ 15.4% വിദേശികളാണെന്ന് പഠനത്തിൽ പറയുന്നു. എന്നാൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക മേഖലയിലും തൊഴിൽ രംഗത്തും കടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പല മേഖലകളിലും കുടിയേറ്റ തൊഴിലാളികൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും കൂടുതൽ ആളുകൾ വിരമിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. ഫ്ലോറിഡ എവർഗ്ലേഡ്സിൽ കുടിയേറ്റക്കാരെ തടഞ്ഞുവെക്കുന്ന അലിഗേറ്റർ അൽകട്രാസ് എന്ന കേന്ദ്രത്തിലേക്ക് ഇനി ആരെയും അയക്കരുതെന്ന് ട്രംപ് ഭരണകൂടത്തിന് ഫെഡറൽ കോടതി ഉത്തരവ് നൽകി. നിലവിൽ അവിടെ തടവറയിലുള്ളവരെ 60 ദിവസത്തിനുള്ളിൽ അവിടുന്ന് നീക്കണമെന്നു മയാമി ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതി ജഡ്ജ് കാത്ലീൻ എം വില്യംസ് ഉത്തരവിൽ പറയുന്നു. അവിടുന്ന് വേലിക്കെട്ടുകളും വെളിച്ചവും പവർ ജനറേറ്ററുകളും നീക്കം ചെയ്യണം. പുതുതായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും പാടില്ല. അപ്പീൽ പോകുമെന്ന് ഭരണകൂടം അറിയിച്ചു. ICE അറസ്റ്റ് ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാരെ അടച്ചിടാൻ രാജ്യത്താദ്യമായി സർക്കാർ ഉടമയിൽ തുറന്ന കേന്ദ്രമാണിത്. ദുരിതപൂർണമായ താമസമാണ് അവിടെ പരാതികൾ ഉയർത്തിയത്. തടവറ ഒരുക്കും മുൻപ് യാതൊരു പരിസ്ഥിതി പഠനവും ഇവിടെ നടത്തിയില്ലെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. ഫെഡറൽ സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ്. മേഖലയിൽ ജീവിക്കുന്ന മൈക്കോസൂക്കി ഗോത്രവർഗ്ഗക്കാരും പരിസ്ഥിതിവാദികളും അവകാശപ്പെട്ട പ്രാഥമിക ഇൻജക്ഷൻ ജഡ്ജ് അനുവദിച്ചു. മേഖലയിൽ കുടിവെള്ളം പോലും മുട്ടിക്കുന്ന ഭീഷണി ഈ തടവറ ഉയർത്തുന്നുണ്ടെന്ന് ജഡ്ജ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് മലയാളി. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ മലയാളി.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങളെ അറിയിക്കുക. അറൗണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.